പേൾവാലിയിലത്തെ ഓണാഘോഷം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വിട്ടത് വയനാട്ടിലേക്കാണ്. എവിടേക്കും ഒരു ട്രിപ്പ് പോകാന്ന് വെച്ചിട്ട് കുറേ തിരഞ്ഞു. അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ലാത്ത കാരണം റൂംസൊക്കെ കിട്ടാനായിട്ട് വളരെ പാടായിരുന്നു. ഓണം സീസണല്ലേ, എല്ലാ റൂംസും ബുക്ക്, വണ്ടികളെല്ലാം മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് വയനാട് ശ്രദ്ധയിൽ വിട്ടത്. നമ്മൾ വയനാട് ദുരന്തം എന്ന് പറഞ്ഞിട്ടേ സംഗതി സത്യത്തിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയണമായിരുന്നു. അതിന് പകരം വയനാട് ദുരന്തം എന്ന് ലോകം മുഴുവൻ പറഞ്ഞ് പരത്തിയതുകൊണ്ട് ആൾക്കാരുടെ വരവ് അങ്ങോട്ട് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വയനാട്ടിൽ നമുക്ക് റൂംസ് ഇഷ്ടംപോലെ അവൈലബിൾ ആയിരുന്നു കഴിഞ്ഞ ഓണാഘോഷത്തിന്. അപ്പോൾ അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് വെച്ചു. വയനാട് ചെന്നിട്ട് ആദ്യം പൂക്കോട്ടിലേക്ക് പോയി. പൂക്കോട്ടിലേക്ക് കുറച്ച് നേരം സമയം ചിലവിട്ടതിന് ശേഷം ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് പോയി. ഗ്ലാസ് ബ്രിഡ്ജ് പിള്ളേർ ശരിക്ക് അടിച്ചു പൊളിച്ചു. ആദ്യം ഒന്ന് ചെറുതായിട്ട് പേടിയാവും കേട്ടോ. എൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരവിടെ ഡാൻസും പാട്ടും കളിയൊക്കെ തുടങ്ങി. താഴേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു മിന്നലുള്ളിൽ കിളി പോകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ്ഡ് ആവും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പേടിയൊക്കെ മാറും. ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് സ്വീറ്റിംഗ് സാൻഡിയാണ്. അവരവിടെ നിന്ന് റീൽസൊക്കെ എടുക്കണ്ടായിരുന്നു. പാട്ടും ഡാൻസും കളിക്കുകയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ. ഗ്ലാസ് ബ്രിഡ്ജ് തീർച്ചയായിട്ടും നമുക്ക് നാട്ടിൽ ഇതൊക്കെ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് പോയിരിക്കേണ്ടതാണ്, ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടിരിക്കണം. നിങ്ങൾ മുന്നേ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളെ കണ്ട്. അത് കഴിഞ്ഞ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെ ഇതുപോലെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, കുട്ടികൾക്കായിട്ടുള്ള കുറേ പ്ലേ ഏരിയ ഉണ്ട്, കുറേ സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നേരം സമയം ചിലവഴിക്കാം. തീർച്ചയായിട്ടും അത് കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു വെക്കേഷനിൽ അവർക്ക് അത് അടിച്ചു പൊളിക്കാൻ നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിൽ വിട്ടത് നമ്മൾ ലക്കിടി വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങളെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ എവിടെ പോയാലും പൂള് വേണം. വൈകിട്ട് വന്ന് പൂളിൽ ചേച്ചി അനിയത്തിയും കൂടെ കുറച്ച് നേരം കളിക്കും. അത് കഴിഞ്ഞ് ഡിന്നർ. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ വിട്ടത് വൈത്തിരി പാർക്ക്. വൈത്തിരി പാർക്കിൽ നമ്മുടെ റിജുവൻ ഫാമിലി ഉണ്ടായിരുന്നു, ലിൻഡ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി നമ്മൾ അടിച്ചു പൊളിച്ചു. പിള്ളേർക്ക് അത് ഭയങ്കര കമ്പനിയായി, അല്ലെങ്കിൽ ആകെ ഒരു ലോൺലിനെസ്സും കൂടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ അതിൽ ഒരുവിധം എല്ലാ എൻ്റർടൈൻമെൻറ്റും പങ്കെടുത്തു. ഞാനും ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ശരിക്കും ഒരു ഹാഫ് ഡേ അല്ല കേട്ടോ, ഫുൾ ഡേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ലഞ്ചൊക്കെ അവിടെ നിന്ന് കഴിക്കാം. കമ്പാരിറ്റീവ്ലി മറ്റ് അമ്യൂസ്മെൻറ്റ് പാർക്കുകളെ വെച്ച് നോക്കുമ്പോൾ റേറ്റൊക്കെ വളരെ റീസണബിളാണ്. നമ്മളൊരു ദിവസം ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യുമെന്ന് പറയാം. രാവിലെ നേരത്തെ ചെന്ന് കയറിയിട്ട് വൈകിട്ട് 4 മണി 5 മണിയായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ